ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഈശ്വരൻ ദക്ഷിണ ഭാരതത്തിൽ. പരമഹംസ യോഗാനന്ദ. ഭാരതത്തിലെ മഹാഗുരുക്കന്മാരിൽ ഒരാളായിരുന്നു പരമഹംസ യോഗാനന്ദ മഹാശയൻ. ഒരു യോഗിയുടെ ആത്മകഥ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം 17 ലോക ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടു. ലോകം മുഴുവനും അദ്ദേഹത്തിന് ആരാധകരും ശിഷ്യഗണങ്ങളുമുണ്ട്. ബംഗാളിലെ ഒരു ക്ഷത്രിയ കുടുംബത്തിൽ 1893 ജനനം. പൂർവാശ്രമനാമം മുകുന്ദലാൽ ഘോഷ്. ബിരുദം കഴിഞ്ഞപ്പോൾ ഹിമാലയത്തിൽ പോകണമെന്ന് തീവ്ര ആഗ്രഹം. പല തടസ്സങ്ങളും ഉണ്ടായി. 1915 യുക്തേശ്വർ ഗിരി എന്ന മഹാഗുരുവിനെ ദർശിച്ചു. അദ്ദേഹത്തെ ഗുരുനാഥനായി സ്വീകരിച്ചു. ലാഹരി മഹാശയന്റെ ശിഷ്യനാണ് യുക്തേശ്വർ ഗിരി. യുക്തേശ്വർ ഗിരിയുടെ കീഴിൽ മുകുന്ദലാൽ തീവ്ര സാധനകൾ അനുഷ്ഠിച്ചു. അങ്ങനെ അദ്ദേഹവും ഉന്നതമായ ആധ്യാത്മിക തലങ്ങൾ സാക്ഷാത്കരിച്ചു. യോഗാനന്ദ എന്ന പേരിന് മുന്നിൽ ഗുരുവിന്റെ ഇച്ഛപ്രകാരം പരമഹംസ എന്നും കൂടി ചേർത്തു. അങ്ങനെ പരമഹംസ യോഗാനന്ദ എന്ന സന്യാസനാമം സ്വീകരിച്ചു. പാശ്ചാത്യ നാടുകളിൽ ഉദ്ദേശം 30 വർഷം അദ്ദേഹം പ്രവർത്തിച്ചു. ഭാരത മഹിമ ആധുനിക ലോകത്തിന് മനസ്സിലാകും വിധം തെളിവുകളോടെ അദ്ദേഹം പരിചയപ്പെടുത്തി. 1952 ശരീരം വെടിയാൻ അദ്ദേഹം തീരുമാനിച്ചു. വേദനിപ്പിക്കുന്ന ആ വാർത്ത കേട്ട് ഒരു അമേരിക്കൻ ശിഷ്യ സ്വാമിജിയോട് പറഞ്ഞു, സ്വാമിജി, എന്നെ കൂടി കൊണ്ടുപോകൂ. അങ്ങ് എനിക്ക് ഭഗവാനാണ്, എന്നെ ഉപേക്ഷിക്കരുത്. യോഗാനന്ദ മറുപടി പറഞ്ഞു, എന്തൊരു ഭ്രാന്താണ് ഈ പറയുന്നത്? ഭഗവാൻ ഭഗവാനാണ്, ഞാൻ നിന്റെ ഗുരു മാത്രം. ഗുരുനാഥ, അങ്ങ് ശരീരം വെടിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, ശിഷ്യ വിഷമത്തോടെ പറഞ്ഞു. ഇങ്ങനെ അർത്ഥമില്ലാതെ പുലമ്പരുത്. ഈശ്വരൻ ദക്ഷിണ ഭാരതത്തിൽ അവതരിച്ചു കഴിഞ്ഞു. അവിടുത്തെ പേര് സത്യസായിബാബ. എന്റെ വേർപാടിനു ശേഷം നീ ഭഗവാനൊപ്പം വസിക്കും. പരമഹംസ യോഗാനന്ദ അനുഗ്രഹപൂർവം പറഞ്ഞു. ആ വാക്കുകൾ സത്യമായി. പരമഹംസ യോഗാനന്ദ താമസിയാതെ ശരീരം ഉപേക്ഷിച്ചു. പിന്നീട് ആ ശിഷ്യ ശേഷം ജീവിതം കഴിഞ്ഞത് പ്രശാന്തി നിലയത്തിൽ ഭഗവാൻ സത്യസായിബാബയുടെ തിരുസന്നിധിയിൽ. ഓം തത്സത്.